അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇതിങ്ങനെ ഈ രീതിയിലൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്ക് തോന്നും, അനീതി കാണുമ്പോൾ അത് അനീതിയാണെന്ന് തോന്നുന്നേ ഉള്ളൂ. തുല്യരാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. പക്ഷേ അങ്ങനെ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത്. അതൊരു തിയറിയായിട്ട് പഠിക്കുമ്പോഴാണ് അത് ഫെമിനിസം ആകുന്നത്. പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പല പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സ്ത്രീകൾ പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, അതുപോലെ മാറുമറയ്ക്കൽ സമരം, ദളിത് പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് സമരങ്ങൾ വന്നിട്ടുണ്ട്, പെൺകുട്ടികളുടേതായിട്ടുള്ള സ്ത്രീകളുടേതായിട്ടുള്ള. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലത്തെ വിഷയങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. അതിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതൊന്നും ഒരു അജണ്ടയായിട്ട് എടുക്കില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം മത്സരിച്ച് എടുക്കാറുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പല കേസുകളുമുണ്ട്. ഐസ്ക്രീം പാർലർ കേസ്, അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ നമ്മൾ അവിടെ ഇലക്ഷന് നിൽക്കുന്ന സമയത്തൊക്കെ അവിടെ പോയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ ഈ പേര് വന്നിട്ടുള്ള ആൾക്കാരുടെ, അക്യൂസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളവർക്കെതിരെ ക്യാമ്പയിനുകളൊക്കെ നടത്തുമായിരുന്നു.